ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കേര മീൻ റെസിപ്പി ആയിട്ടാണ്. കേര മീൻ മസാല പുരട്ടി വാഴയിലയിൽ പൊതിഞ്ഞ് കനലിൽ ചുട്ടെടുക്കുന്നതാണ്. ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് 2.5 കിലോ കേര മീനാണ്. അതിനെ നന്നായി കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് 2 ടേബിൾ സ്പൂണ് മല്ലി ഇട്ടിട്ടുണ്ട്. 2 വലിയ സവോള ഇതേപോലെ കഷ്ണങ്ങളാക്കിയത് മിക്സിയിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, ഒരു പിടി കറിവേപ്പില ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ടീസ്പൂണാണ് കേട്ടോ. പിന്നെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ചെറിയതായിട്ടൊരു പുളിയൊക്കെ ഉണ്ടാവും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മീൻ ഇതേപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ദേശക്കട്ടിയുള്ള മീനായതുകൊണ്ട് നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കണം. അതിന് ശേഷം എല്ലാ ഭാഗത്തും ഇതേപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ വരഞ്ഞ ഭാഗത്തൊക്കെ ഉള്ളിലേക്ക് ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കാം മസാല. അതിനുശേഷം ഇത് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടും. ഇപ്പോൾ ഇത്രയും വലിയ മീൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ദേശക്കട്ടിയുള്ള മീനായതുകൊണ്ട് ഇത് ഉള്ളൊക്കെ നന്നായി വേവുമെന്നൊരു സംശയമുണ്ട്. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. ഇപ്പോൾ ഇത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി കനലുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചിരട്ട കത്തിക്കാൻ വേണ്ടിയിട്ട് നെയ്യൊക്കെ ഇട്ട് ചിരട്ട തിരി കത്തിച്ചിട്ട് കത്തിക്കാൻ നോക്കി, പക്ഷേ കത്തിയില്ല. മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തി കിട്ടും, പക്ഷേ മണ്ണെണ്ണയുടെ മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചാർക്കോൾ മേടിച്ചിട്ടുണ്ട്, അതിട്ടു. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. ചിരട്ടയിൽ നെയ്യ് ഒഴിച്ച് കത്തിച്ചിട്ട് ഗുണം ഉണ്ടായില്ല. അപ്പോൾ നെയ്യ് ഡയറക്റ്റ് അതിൽ ഒഴിച്ചിട്ട് പേപ്പർ കത്തിച്ചിട്ടിട്ട് ചിരട്ട ആദ്യം കത്തിച്ചെടുക്കുകയാണ് ചെയ്യണത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ കനൽ ഉണ്ടാക്കാൻ പറ്റിയത്. ചിരട്ട നന്നായിട്ട് കത്തുന്നുണ്ട്. ഇനി കനലാവുമ്പോഴേക്കും എൻ്റെ പേരക്കുട്ടി എന്നെ സഹായിക്കുന്നുണ്ട്. ഇലയിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒന്ന് ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ കുട്ടപ്പനാക്കി വെച്ചിട്ടുള്ള മീൻ എടുത്ത് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ബാക്കി മസാലയൊക്കെ അതിൻ്റെ മുകളിൽ ചേർത്തിട്ട് ഇനി ഇത് ഇലയിൽ പൊതിഞ്ഞതിന് ശേഷം കനലിൽ ചുട്ടെടുക്കാം. ഇത് എടുക്കും അടുത്തൊരു വാട്ടം അല്ലേ? വാഴയില ആദ്യം തന്നെ വാട്ടിയിട്ട് വേണമായിരുന്നു വെക്കാൻ. അപ്പോൾ അത് വാട്ടാൻ മറന്നിട്ട് അതങ്ങനെ തന്നെ വെച്ചിട്ട് മടക്കി കഴിഞ്ഞപ്പോൾ അത് പൊട്ടിപ്പോയി ഇല. അപ്പോൾ വേറൊരു ഇല വാട്ടിയതിന് ശേഷം ഈ പൊതി അതിനുള്ളിലേക്ക് വെച്ചിട്ട് വേറൊരു ഇലയിലും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം അലുമിനിയം ഫോയിലും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഒന്ന്
സൺഡേ ആയതുകൊണ്ട് സൺഡേ ദിവസം എല്ലാവരും ഇതേപോലെ പണി സഹായിക്കാൻ വരും. മോനും മരുമോളും പേരക്കുട്ടിയൊക്കെ അവർക്ക് ക്ലാസ്സും ഓഫീസൊന്നും ഇല്ലാത്ത ദിവസമല്ലേ. അപ്പോൾ സൺഡേയും സാറ്റർഡേയും സൺഡേ ഒക്കെ ആകുമ്പോൾ അവർക്കും ബോറടിയാണ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒന്നിലോ കേക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതേപോലെയുള്ള പരിപാടികൾ. ഇപ്പോൾ ഈ മീൻ പൊതിഞ്ഞത് 2-3 പ്രാവശ്യം 3 പ്രാവശ്യമല്ല 4 പ്രാവശ്യം 15 മിനിറ്റ് നേരമാണ് ഓരോ സൈഡും ഇതേപോലെ വെച്ചെടുത്തത്. ഒരു ഭാഗം വെച്ച് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഭാഗം തിരിച്ചു വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ പേടിയുണ്ട് ഇത് വെന്ത് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. എന്തായാലും നമുക്കിത് ഉണ്ടാക്കിയതിന് ശേഷം നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. വലിയ മീനായി കാരണേ ഒരു ഭാഗത്തേക്ക് ചെരിച്ചിട്ടല്ലേ നമ്മൾ ഇലയിൽ വെച്ചിട്ട് സാധനത്തിന് നമ്മളൊരു 15 മിനിറ്റ് കൂടി 2 പ്രാവശ്യം 15 ആയിട്ട് ആവി വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആവി വരണേ. പഴം ഉണ്ടെങ്കിൽ ചൂടായിരുന്നു. പഴം നേന്ത്രപ്പഴം പിന്നെ ഏത് നേന്ത്രപ്പഴം വേണ്ടേ? എന്താ കാണല് ഇപ്പോഴും വെള്ളമുണ്ട്. നമ്മുടെ ഉദ്ദേശം അത് അപ്പൊ തുടക്കാം. ഇത് തുറക്കുക ഫുള്ള്, എന്നിട്ട് മീനിനെ മാത്രമേ സൂക്ഷിക്കാം. ചൂടില്ലേ? ഞാൻ പറഞ്ഞ ഇല അടക്കം വെക്കണ്ട, ഇല തുറക്കാൻ പറ്റില്ലേ? അങ്ങോട്ട് തുറക്കണം, അങ്ങോട്ട് അടിയിലേക്ക്. ഇതിനെന്തത്ര ഡയറക്ഷൻ ഡെഫിനറ്റ്ലി ആയിട്ട് തുറന്നു കഴിയില്ലല്ലോ. കളർ വന്നില്ലാന്നല്ലേ ഉള്ളു കേട്ടോ. വെന്തിട്ടുണ്ടാവും. പിന്നെ ആവി പറക്കണ നോക്കൂ. നമുക്ക് ചെവിടെയൊക്കെ ആയിട്ട് ഇത് സ്പൂൺ എടുത്തിട്ട് പൊട്ടിച്ചോ, ആ ഒരു വീഡിയോ കഴിയും. നല്ല വെന്ത മീൻ കഴിച്ചു നോക്കാം. പൂ പോലത്തില്ല, പഞ്ഞി പോലത്തെ പന്ത്രണ്ടാ കൊടുക്കും. ചൂട് ഊതിയിട്ട് കൊടുക്കും. ഇങ്ങനെ ടേസ്റ്റ് നിങ്ങൾ സഹായിച്ചില്ല എന്നാലും ടേസ്റ്റ് ഉണ്ട്. ഉണ്ട്. ഇഷ്ടായി. അതിന് നമുക്ക് വേറെ എന്താ കഴിക്കാൻ? അച്ഛന്റെ സാൻഡ്വിച്ച് ഉണ്ടാകൊണ്ടിരിക്കുക. തക്കാളി വേറെ തരാം. സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ്. മീൻ പൊള്ളിച്ചതും ബ്രെഡും തക്കാളി പച്ചക്കളറോ കരിവേപ്പിൻ്റെ വെച്ചു
പച്ചക്കളർ വേണമെങ്കിൽ ഞാൻ മല്ലിയില പുതിനയില പൊടിച്ചുകൊണ്ട് തരാം. സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കും. ടേസ്റ്റ് ഉണ്ടോ? തക്കാളി തക്കാളി ഇല്ല, മീനാ ചോദിച്ചാച്ചമ്മ. ജീരക സോഡ കുടിക്കണേ, കുട്ടികൾ കുടിക്കാൻ പാടില്ല. എന്തെങ്ങനെ കള്ളുടിയന്മാരോ? എൻ്റെ മോള് ബ്രെഡും മീൻ പൊള്ളിച്ചതും കൂടിയിട്ട് കഴിക്കും. മുള്ളുണ്ടോ നോക്കണം കേട്ടോ. എൻ്റെ പേരക്കുട്ടി കഴിക്കുകയാണ്. ഇഷ്ടമായി കാണാ. മീൻ പൊള്ളിച്ചത് നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, ഉള്ളിലൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ.